ജനവിരുദ്ധ നയങ്ങളും മതതീവ്രവാദങ്ങളും ഭീകരപ്രവർത്തനങ്ങളും ഒരു രാജ്യത്തിനും സ്ഥായിയായ സന്തോഷം നൽകുകയില്ല എന്നും എന്നെങ്കിലും ഭീകരതയുടെ വ്യാളുകൾ വാപിളർന്ന് പടച്ചുവിട്ടവരെ തന്നെ വിഴുങ്ങുമെന്നും ഭീകര സാമ്രാജ്യങ്ങൾ ഛിദ്രിച്ച് തമ്മിൽ തല്ലി തകർന്ന് തരിപ്പണമാകുമെന്നും മനുഷ്യച്ചോര കൊണ്ട് ആലയങ്ങൾ കെട്ടിപ്പടുത്തവർ തകർന്നടിയുമെന്നുമുള്ള യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ മുഴു ലോകത്തിനും ദൃഷ്ടാന്തമായി മാറുകയാണ് ലോകത്തിലെ ഭീകര രാഷ്ട്രങ്ങളായ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൂടെ. കേരളത്തിൽ ചിലർ വിസ്മയമായി കരുതുന്ന താലിബാൻ എന്ന തീവ്രവാദ സംഘടന അഫ്ഗാനിസ്ഥാനെ അട്ടിമറിച്ച് ഭരണം പിടിച്ചെടുത്തതോടെ നിരവധി ആളുകൾ പ്രാണരക്ഷാർത്ഥം പാകിസ്ഥാനിലേക്ക് ചേക്കേറിയിരുന്നു. എന്നാൽ അവരിൽ പലരും പാകിസ്ഥാനിൽ സ്ഫോടനങ്ങളും പൊട്ടിത്തെറികളും പതിവാക്കിയതോടെ 2021 ആയപ്പോഴേക്കും അവരെ നിർബന്ധമായി തന്നെ രാജ്യത്ത് നിന്ന് പുറത്താക്കുവാൻ അരക്ഷിതാവസ്ഥയിൽ ദിനം പ്രതി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ നിർബന്ധിതരായി. അക്കാലം മുതൽ ആഗോള തീവ്രവാദത്തിന്റെ മൊത്തക്കച്ചവടക്കാരായ താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ഇപ്പോൾ കനത്ത യുദ്ധമായി മാറിയിരിക്കുകയാണ്. ഇസ്ലാമാബാദ് ആസ്ഥാനമായുള്ള സെന്റർ ഫോർ റിസർച്ച് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസിന്റെ റിപ്പോർട്ട് പ്രകാരം 2022 അപേക്ഷിച്ച് 2023 പാകിസ്ഥാനിലെ ഭീകരാക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 56% വർദ്ധിച്ചത്. 500 സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം 1500-ലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്തു. താലിബാൻ ഭീകരവാദികളുടെ ഭീകരത അതിർത്തി കടന്നുള്ളതാണെന്ന് ഇസ്ലാമാബാദ് ആരോപിച്ചതോടെയാണ് അഫ്ഗാൻ താലിബാനും പാകിസ്ഥാൻ സർക്കാരും തമ്മിലുള്ള ബന്ധം വഷളായത്. അഫ്ഗാനിസ്ഥാനിലെ കിഴക്കൻ പ്രവിശ്യയായ പക്തികയിൽ താലിബാന്റെ അടുത്ത സഖ്യകക്ഷികളായ തെഹ്രിക്കെ പാകിസ്ഥാൻ താലിബാൻ എന്ന ഭീകര സംഘടനകളുടെ ക്യാമ്പുകളുണ്ടെന്ന് ആരോപിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 48 പേരാണ് കൊല്ലപ്പെട്ടത്. തീവ്രവാദികൾക്ക് വേണ്ട പരിശീലന പരിപാടികൾ രണ്ട് രാജ്യങ്ങളും ഒരു കാലത്ത് ആത്മാർത്ഥമായി തന്നെ നൽകിയിരുന്നതിനാൽ ആക്രമണത്തിന് തെല്ലും കാലതാമസമുണ്ടായില്ല. പാകിസ്ഥാന്റെ ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകളിലേക്ക് പീരങ്കികൾ ഉപയോഗിച്ച് കനത്ത ആക്രമണം അഴിച്ചുവിട്ട താലിബാൻ 2 പോസ്റ്റുകൾ പിടിച്ചെടുത്തതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഖോസ്റ്റ് പ്രവിശ്യയിലെ അലിഷർ ജില്ലയിൽ അഫ്ഗാൻ അതിർത്തി സേന നിരവധി ബോംബാക്രമണങ്ങൾ നടത്തി. താലിബാന്റെ തിരിച്ചടിയിൽ 19 പാക് സൈനികർ കൊല്ലപ്പെട്ടു. കൂടാതെ 3 സാധാരണക്കാരും കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. അഫ്ഗാനിസ്ഥാന്റെ കിഴക്കൻ ഖോസ്റ്റ് പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രവിശ്യകളിലാണ് പ്രധാനമായും ആക്രമണങ്ങൾ നടക്കുന്നത്. ബറ്റാലിയൻ പോരാളികളെ അതിർത്തിയിലേക്ക് അയക്കുമ്പോൾ തങ്ങളുടെ കഴിവുകളെ കുറച്ചു കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന് ഈ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ് ഇപ്പോൾ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മതത്തിന്റെ പേരിൽ മാത്രം തീവ്രവാദികളെ പരിപോഷിപ്പിച്ച് ഇന്ത്യ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങളുടെ സമാധാന ജീവിതത്തിന് ഭീഷണിയായി വർത്തിച്ച പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇപ്പോൾ പരസ്പരം നടത്തുന്ന ആരോപണങ്ങൾ വളരെ കൗതുകകരമായി മാറിയിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ പ്രതിരോധ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് പാക് അഫ്ഗാൻ ബൗണ്ടറിയായ ഡ്യൂറൻഡ് ലൈനിന് അപ്പുറത്ത് നിരവധി തവണ പാകിസ്ഥാൻ ആക്രമണം നടത്തിയെന്നും അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നുമാണ്. ഡ്യൂറൻഡ് ലൈനിന് അപ്പുറമുള്ള പല പ്രദേശങ്ങളും തങ്ങളുടേതാണെന്നാണ് അഫ്ഗാൻ വാദിക്കുന്നത്. അഫ്ഗാൻ ഭരണകൂടത്തെ താലിബാൻ അട്ടിമറിച്ചതിനു ശേഷം പാകിസ്ഥാനിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചെന്ന് പാകിസ്ഥാനും ആരോപിക്കുന്നു. താലിബാന്റെ ഇത്തരം നീക്കങ്ങൾ കൊണ്ടാണ് തെഹ്രിക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന ഭീകര സംഘടന ശക്തി പ്രാപിച്ചതെന്നും അവർ കാബൂളിൽ ചെയ്തതുപോലെ പാകിസ്ഥാനിൽ ഇസ്ലാമിക് എമിറേറ്റ് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നു. താലിബാന്റെ പ്രതികാര ആക്രമണം തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവെന്നും പ്രതിരോധ മന്ത്രാലയം അതീവ ജാഗ്രതയിലാണ് എന്നും കൂടുതൽ സേനയെ അതിർത്തിയിൽ വിന്യസിക്കുമെന്നും അവർക്ക് അണുബോംബ് ഉണ്ടോ എന്ന് ഞങ്ങൾ കാര്യമാക്കുന്നില്ല എന്നും അവർ പറയുന്നു. തങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നും ദൈവം തങ്ങളോടൊപ്പമുണ്ട് എന്നുമുള്ള പാക് ഉദ്യോഗസ്ഥന്മാരുടെ വാക്കുകളും ഛിദ്രിച്ച് ശിഥിലമാകുന്ന കൂട്ടുകെട്ടുകളെ ഉറപ്പിക്കുകയാണ്. പാകിസ്ഥാന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും മാറി സ്വതന്ത്രമായും മാന്യമായും ജീവിക്കുവാൻ ബംഗ്ലാദേശിനെ പ്രാപ്തമാക്കിയ ഇന്ത്യക്കെതിരെ സംയുക്തമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് പാക് അഫ്ഗാൻ ഇസ്ലാമിസ്റ്റുകൾ കളം നിറയുമ്പോൾ തന്നെ തമ്മിൽ ചാകേണ്ടി വരുന്ന അവരുടെ ഗതികേട് കാലത്തിന്റെ കാവിനീതി എന്നല്ലാതെ എന്തു പറയാൻ. മനുഷ്യൻ ചെയ്യുന്ന എന്ത് തെറ്റായ പ്രവൃത്തികൾക്കും കനത്ത തിരിച്ചടി തന്നെ ഉണ്ട് എന്ന് ഉറപ്പാണ്. മതിൽ പൊളിക്കുന്നവരെ പാമ്പ് കടിക്കുക തന്നെ ചെയ്യും.